ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് എനർജിയാണ്. നെക്സ്റ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ളതിനെക്കുറിച്ച് നോക്കാം. എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് കണക്റ്റ് ആവുന്ന കാര്യം മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ പേര് 3 തവണ മനസ്സിൽ പറഞ്ഞ് പോസിറ്റീവായിട്ടിരിക്കാം. നിങ്ങളുടെ വ്യക്തിയുടെ എനർജി നോക്കാം. ഈ ഒരു സമയത്ത് അവരുടെ എനർജി എന്താണെന്നുള്ളത് നോക്കാം. നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജിയാണ് നോക്കുന്നത്. ടെമ്പറൻസ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇനി നിങ്ങളുടെ എനർജി എന്താണെന്നുള്ളത് നോക്കാം. ഈ ഹൈ പ്രിഷ്യസ് എനർജിയാണ്, ദി ഹെയറോപ്പൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇനി അവരുടെ ഫീലിങ്സ്, നിങ്ങളോടുള്ള ഫീലിങ്സ് നോക്കാം. ക്യൂൻ ഓഫ് ഷൂട്ട്സ് എനർജിയാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇനി എന്താണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളത് നോക്കാം. ഈ ഒരു സമയത്ത് 3 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ആക്ഷൻ എന്താണ് എന്നുള്ളത് നോക്കാം. സ്റ്റാർ കാർഡാണ്. ഈ കാർഡ് കാണിക്കാൻ പാടില്ല. അവർക്ക് തേർഡ് പാർട്ടി ഉണ്ടോ, അല്ലെങ്കിൽ വേറൊരു കണക്ഷൻ ഉണ്ടോ നിങ്ങളെ കൂടാതെ? അവരെന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ നിങ്ങളടുത്ത്? അത് നോക്കാം. മറച്ച് വെക്കുന്നില്ല. തേർഡ് പാർട്ടി ഇല്ല എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. കാർഡ്സിൽ തേർഡ് പാർട്ടി ഇല്ല, വേറൊരു കണക്ഷൻ ഇല്ല. അതായത് നിങ്ങളെ കൂടാതെ വേറൊരു കണക്ഷൻ ഈ വ്യക്തിക്ക് ഇല്ല എന്നാണ് കാണുന്നത്. ഇനി നമുക്ക് നോക്കാം. ടെമ്പറൻസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വ്യക്തിയുടെ ഇതെന്ന് പറഞ്ഞാൽ, ഈ വ്യക്തിയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ടെമ്പറൻസ് കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഹെയറോപ്പൻ്റെ എനർജിയാണ്. നിങ്ങൾ ഈ ഒരു വ്യക്തി നിങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഒരു കാസ്റ്റ് ഡിഫറൻസ് ഉള്ള ആൾക്കാരായിരിക്കാം, നിങ്ങൾ ഏജ് ഡിഫറൻസ് ഉള്ളവരായിരിക്കാം. നിങ്ങൾ സ്പിരിച്വലായിട്ട് കണക്റ്റ് ആവുന്ന വ്യക്തികളായിട്ട് ഇവിടെ കാണുന്നുണ്ട്. രണ്ടുപേരും ഒരു ഡിവൈൻ കണക്ഷനായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷനായിട്ടൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ രണ്ടുപേരും ഒരു എന്താ പറയുക, നിങ്ങളൊരു ഡിവൈൻ ടൈമിങ്ങിനായിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. നിങ്ങളുടെ വ്യക്തി തിരിച്ചു വരവിനായി. അപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു ടെമ്പറൻസ് എന്ന് പറയുമ്പോൾ എന്തോ നിങ്ങളുടെ വ്യക്തി കാത്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ക്ഷമയോടെ അവർ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഈ ഒരു സമയത്ത് നിങ്ങൾ ആ ഒരു ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടി നിങ്ങളും അവരെ കാത്തിരിക്കുന്നു. അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് അവർ നിങ്ങൾക്ക് ഒരു പ്രതീക്ഷയുണ്ട്. നിങ്ങളൊരു സ്പിരിച്വൽ കണക്ഷനുള്ള വ്യക്തികളായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്ന് പറയുന്നത് ക്യൂൻ ഓഫ് ഷോട്ട്സിൻ്റെ എനർജിയാണ്. അവർ നിങ്ങളെ അത്രത്തോളം നിങ്ങളെ വിലമതിക്കുന്നുണ്ട്. അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾക്ക് അവരില്ലെങ്കിൽ നിങ്ങൾ മുന്നോട്ട് പോകും. കാരണം ആ ഒരു റെസ്പെക്റ്റ് അവർക്ക് നിങ്ങളോടുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. കാരണം നിങ്ങളെ ഓർക്കുന്ന സമയത്ത് തന്നെ എന്തോ ഒരു അഭിമാനം അവരുടെ ഉള്ളിൽ വന്നു ചേർന്നതായിട്ട് കാണുന്നുണ്ട്. അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ആ ഒരു സെലിബ്രേഷനാണ് കേട്ടോ. അവരെ കൂടുതലും മനസ്സിൽ വരുന്നത് നിങ്ങളുമൊത്തുള്ള ഒരു സെലിബ്രേഷനാണ്. പിന്നെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്ന സ്റ്റാറാണ്. അവർക്ക് നിങ്ങളോട് വലിയൊരു അട്രാക്ഷനാണ്. ഈ ഒരു കണക്ഷൻ തന്നെ അത്രയും മനസ്സിൽ എന്താ പറയുക, മുന്നോട്ട് പോകണം ഒരു പ്രതീക്ഷ വയ്ക്കുന്ന ഒരു കണക്ഷനാണ്. അത്രത്തോളം വിശ്വാസത്തോട് കൊണ്ട് പോകുന്ന ഒരു കണക്ഷനായിട്ടാണ് കാണുന്നത്. നിങ്ങളെ അത്രത്തോളം അവർക്ക് വിശ്വാസമാണ്, ഒരു പ്രതീക്ഷയുണ്ട് ഈ ഒരു കണക്ഷനിൽ. അവർക്ക് അറിയാം ഇത് മുന്നോട്ട് പോകും. സ്റ്റാറാണ്. അപ്പോൾ എങ്ങനെയായാലും ഇത് മറ്റുള്ളവരിൽ കൂടുതൽ അസൂയ ഉണ്ടാക്കുന്നുണ്ടാവാം. നിങ്ങളുടെ ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് മറ്റുള്ളവരിൽ കൂടുതൽ അസൂയ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് എന്താ പറയുക, ഈ ഒരു കണക്ഷൻ മുന്നോട്ട് പോകുന്നതിൽ യാതൊരു സംശയമില്ല. സ്റ്റാർ കാർഡ് ആയതുകൊണ്ട് ഈ വ്യക്തിക്ക് നിങ്ങൾക്കൊരു വിശ്വാസമുണ്ട്. ഒരിക്കലും ആരൊക്കെ എതിർക്കാൻ നോക്കിയാലും നിങ്ങൾ ഒരിക്കലും പിരിയില്ല. നിങ്ങൾ മുന്നോട്ട് തന്നെ പോകുന്ന ഒരു റിലേഷൻഷിപ്പായിട്ടാണ് കാണുന്നത്. അവർക്ക് വേറെ ബന്ധം ഉണ്ടോ എന്ന് ചോദിച്ചാൽ, നിങ്ങളെ കൂടാതെ ഈ വ്യക്തിക്ക് വേറെ സീക്രട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ ഇല്ല എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഓരോന്നായിട്ട് നോക്കാം.
നിങ്ങളുടെ വ്യക്തിയുടെ അതിൽ പറയുന്നുണ്ട് അവർ ക്ഷമയോടെ കാത്തിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കിടയിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവർ ക്ഷമയോടെ കാത്തിരിക്കാൻ തയ്യാറാണ് എന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി എന്തോ ഒരു ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷനിലാണെന്നുള്ളത് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. എന്തോ ഒരു വിഷമത്തിലാണ് അവരുള്ളത്. പക്ഷെ നിങ്ങളുടെ എനർജി നോക്കുന്ന സമയത്തും നിങ്ങളും ഒരുപാട് ചിന്തിക്കുന്നത്, നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളുടെ വ്യക്തിയിലേക്കാണ്. നിങ്ങൾ കൂടുതലും ഓരോന്നും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഓരോ കാര്യവും പ്ലാൻ ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഇനി മുമ്പിലുള്ള ഓരോ സ്റ്റെപ്പും എങ്ങനെയാണ് ഇനി നീക്കം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകേണ്ടത് എന്നൊക്കെയുള്ള രീതിയിലാണ് നിങ്ങളുള്ളത്. നിങ്ങളുടെ വ്യക്തി എന്തോ ഒരു വിഷമം നിങ്ങളുടെ വ്യക്തിക്ക് വന്നു ചേർന്നതായിട്ട് കാണുന്നുണ്ട്. അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്ന് പറയുന്നത്, അവർ നിങ്ങളെ ഒരു ഹസ്ബൻഡ് അല്ലെങ്കിൽ ഒരു വൈഫായിട്ടാണ് അവർ നിങ്ങളെ കാണുന്നത്. നിങ്ങളെന്ന് പറയുന്നത് അത്രയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിനെ. എന്താ പറയുക, കെയറിങ് സപ്പോർട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് സഹായങ്ങളും നിങ്ങളുടെ വ്യക്തിക്ക് ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ അത്രത്തോളം എന്താ പറയുക, നല്ലൊരു നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് വ്യക്തി. കിട്ടാവുന്നതിലും വെച്ച് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് അവർ നിങ്ങളെ കാണുന്നത്. ഒരിക്കലും നിങ്ങളല്ലാതെ അവരുടെ ജീവിതത്തിൽ മറ്റാർക്കും ആ സ്ഥാനം കൊടുക്കാൻ ആ വ്യക്തിക്ക് പറ്റില്ല എന്ന് തന്നെയാണ് കാണുന്നത്. കാരണം നിങ്ങളോളം സ്നേഹം നിങ്ങൾ അങ്ങനെയായിരിക്കാം നിങ്ങൾ ആ വ്യക്തിനെ കൈവെള്ളയിൽ കൊണ്ട് നടന്ന അതായിരിക്കാം. നിങ്ങൾ അത്രത്തോളം നിങ്ങളുടെ വ്യക്തിനെ സ്നേഹിച്ചിട്ടുണ്ടെന്നാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു ഫീൽ അവർക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾ കൊടുത്ത സ്നേഹത്തിൻ്റെ ആ ഒരു ഫീല്, അതോടുകൂടി തന്നെ അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ആ ഒരു ഫീലാണ് നിങ്ങളെക്കുറിച്ച് അവർക്ക് കിട്ടുന്നത് കേട്ടോ. ആ ഫീലിങ്സ് നോക്കുമ്പോൾ അത്രത്തോളം ഒരു ഹസ്ബൻഡ് വൈഫ് പോലെയാണ് അവർക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പോൾ അതാണ് അവർക്ക് നിങ്ങളോട് ഭയങ്കര എന്താ പറയുക, ഈ സമയത്ത് നിങ്ങളെ അൺകണ്ടീഷണലായിട്ടാണ് അവർ നിങ്ങളെ പ്രണയിക്കുന്നത് ഈ ഒരു സമയത്ത്. ഇനി അവർ നിങ്ങളെ കുറിച്ചുള്ള ഒരു ചിന്തകളിൽ ഇവിടെ തീരുമാനം എടുക്കാൻ പറ്റുന്നൊരു കാർഡ്, അതായത് 2 ഓഫ് ഷോർട്സിൻ്റെ എനർജിയാണ്. അത് റിവേഴ്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പൊന്നും ഒരു തീരുമാനത്തിലൊന്നും ഉറച്ചു നിൽക്കാത്തൊരു വ്യക്തിയായിരിക്കാം പക്ഷേ ഇപ്പോൾ ആ ഒരു 2 ഓഫ് ഷോർട്സിൻ്റെ എനർജി റിവേഴ്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു വ്യക്തിയുടെ തീരുമാനത്തിലേക്ക് ഒരു മാറ്റം വരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അവർ നിങ്ങൾ ഈ ഒരു സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ തീരുമാനം എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ടാവുമായിരിക്കും. ചിലപ്പോൾ ഫാമിലിയുടെ പ്രശ്നമൊക്കെ ഉണ്ടാവുമായിരിക്കും. 3 ഓഫ് ഷോർട്സ് എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ ഇടപെടൽ ചിലപ്പോൾ ഈ ഒരു ബന്ധത്തിന് ഉണ്ടാവാം. ഒരു വേദനയുണ്ട് നിങ്ങൾ തമ്മിലുള്ള. ഫാമിലി ചില സാഹചര്യത്തിൽ സമ്മതിക്കുന്നുണ്ടാവില്ല. പക്ഷേ ഈ ഒരു വ്യക്തിയുടെ തീരുമാനത്തിലേക്ക് ഒരു മാറ്റം വന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വ്യക്തിയെ പിടിച്ച് വലിക്കുന്നുണ്ടെങ്കിൽ അവരിപ്പോൾ നേരെ തിരിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ്. അതായത് 2 വശത്തും അവർ ഈ സമയത്ത് നിൽക്കാതെ അവരുടേതായ ഒരു ഡിസിഷനിൽ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു സമയത്ത് കേട്ടോ. കാരണം അവർക്ക് ഒരു സെലിബ്രേഷൻ അവർ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അവർ മൊത്തം എനർജി കൊടുക്കുന്നത് നിങ്ങളിൽ തന്നെയാണ് എന്നാണ് കാണുന്നത് കേട്ടോ. മുന്നോട്ട് കാരണം അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളെയാണ്. അപ്പോൾ നിങ്ങളെ ഈ ഒരു സമയത്ത് അവരുടെ മനസ്സ് മൊത്തം അത് നിങ്ങൾക്കാണ് ഉള്ളതെന്നാണ് കാണുക. അവരുടെ കയ്യിൽ ഒറ്റൊരു കപ്പേ ഉള്ളൂ, പക്ഷേ ഈ ഒരു കപ്പ് അടഞ്ഞിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങളുടെ സ്നേഹം നോ കോണ്ടാക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും അവരുടെ മനസ്സ് മൊത്തം ആ ഒരു സ്നേഹത്തിൽ മാത്രമാണ് ഉള്ളത് കേട്ടോ. നിങ്ങൾ തമ്മിലിപ്പോൾ ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു സാഹചര്യത്താൽ നിങ്ങൾക്കിടയിൽ എന്തോ ഒരു സാഹചര്യം വന്ന് നിങ്ങൾ ചിലപ്പോൾ ബ്ലോക്ക് ആക്കിയിട്ടുണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ബ്ലോക്ക് ആക്കിയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ പരസ്പരം ബ്ലോക്ക് ആക്കിയില്ലെങ്കിൽ അകന്നിരിക്കുന്നുണ്ടാവാം. പക്ഷേ ഈ ഒരു വ്യക്തിയുടെ മനസ്സെന്ന് പറയുന്നത് നമുക്ക് കാണാം ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജി. അവരുടെ എനർജി മൊത്തം നിങ്ങളിലേക്കാണ്, നിങ്ങളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിട്ടാണ് കാണുന്നത് ഈ ഒരു സമയത്ത് കേട്ടോ. ഇവിടെ ഈ ഒരു വ്യക്തിയുടെ ചിന്താഗതി എന്ന് പറയുന്നത്, ഒരു സമയത്ത് ഈ വ്യക്തി നിങ്ങളെ നമുക്ക് കാണാം ഈ ഒരു 5 ഓഫ് ഷോർട്സിൻ്റെ എനർജി. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. ഈ വ്യക്തി നിങ്ങളെ ഒഴിവാക്കി പോയിട്ടുണ്ട്. അതായത് വഴക്കിൻ്റെ പേരിൽ നിങ്ങളിൽ നിന്ന് മാറി ചിന്തിച്ച വ്യക്തിയാണ്. അല്ലെങ്കിൽ കൂടുതൽ ഫോക്കസ് ചിലപ്പോൾ വേറൊരു അവരുടെ ഫാമിലിക്ക് കൊടുത്തിട്ടുണ്ടാവാം. എങ്ങനെയായാലും നിങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ ഈ വ്യക്തിക്ക് വന്നതായിട്ട് കാണുന്നുണ്ട്.
ചില സാഹചര്യത്തിൽ പറയാൻ നിങ്ങൾ തമ്മിൽ വഴക്കിടുന്ന കാര്യത്തിൽ ഭയങ്കരമായിരിക്കാം കേട്ടോ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി നോവിക്കുന്ന ശീലം നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടാവാം. എന്തെങ്കിലും ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടാവാം നിങ്ങൾക്കിടയിൽ വെറുതെ. അപ്പോൾ ഒരു വെറുതെ സംശയിക്കുന്ന ഒരു അവസ്ഥ. പക്ഷെ അതൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരിലൊക്കെ നിങ്ങളുടെ വ്യക്തി മാറിപ്പോയിട്ടുണ്ടാവാം ഒരു സമയത്ത്. അതായിരിക്കാം ഒരു ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷനിലാണുള്ളത്. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഇപ്പോഴും നിങ്ങളുടെ വ്യക്തിയെ നേടിയെടുത്തേ ബാക്കി കാര്യം എന്നുള്ള രീതിയിലാണ് നിങ്ങളുള്ളത്. ഇവിടെ നിങ്ങളുടെ വ്യക്തി ഒരു സമയത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അവർക്കറിയാം ഡിവൈൻ ടൈം വരുമ്പോൾ നിങ്ങൾ ഒരുമിച്ച് ചേരും എന്നുള്ളത് നിങ്ങളുടെ വ്യക്തിക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് നിങ്ങളുടെ വ്യക്തി മുന്നോട്ട് പോകുന്നത്. ഇവിടെ അവരുടെ ചിന്ത എന്ന് പറയുന്നത് അവർക്ക് നിങ്ങളെ ഫാമിലി ആക്കണം എന്നുള്ളത് തന്നെയാണ്. അവർ ഫാമിലി ആയിട്ടാണ് നിങ്ങളെ കാണുന്നത്. അവർക്ക് നിങ്ങൾ അതുപോലെയാണ്, ഒരു ഹസ്ബൻഡ് വൈഫ് പോലെയാണ് അവർ നിങ്ങളെ കാണുന്നത്. അപ്പോൾ നിങ്ങളുമായിട്ടുള്ള മുന്നോട്ട് ഒരു സ്റ്റെബിലിറ്റി വേണം ഈ ഒരു കണക്ഷനിൽ എന്നവർ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റെബിലിറ്റിയോട് കൂടി ഇത് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ഇതാണ്. സ്നേഹത്തിനേക്കാൾ അവർ കൂടുതലും നിങ്ങൾക്ക് പ്രാധാന്യം തരുന്നുണ്ട് ഈ ഒരു കണക്ഷനിൽ തന്നെ. ഈ ഒരു റിലേഷൻഷിപ്പ് തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ മുന്നോട്ടുള്ള ആ ഒരു നിങ്ങളുടെ ഇതിൽ കിങ് ഓഫ് കപ്സ് ആണ് റിവേഴ്സാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഈ ഒരു സമയത്ത് സ്നേഹം കൺട്രോൾ ചെയ്തതായിട്ടാണ് കാണുന്നത് കേട്ടോ. അവർക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട്. നിങ്ങളെ തന്നെയാണ് അവർക്ക് വേണ്ടത്. ഈ ഒരു സമയത്ത് ഫീലിങ്സ് ഒക്കെ അവരെന്ത് ചെയ്യുന്നു, കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുക. ഉള്ളിലാണ് ഉള്ളത്. പുറത്തത് കാണിക്കുന്നുണ്ടാവില്ല ചിലപ്പോൾ നിങ്ങളടുത്ത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ഒരു സമയത്ത് അവർക്ക് വേറെ കണക്ഷൻ ഇല്ലോണ്ടാണ് അവരിപ്പോൾ നിങ്ങളടുത്ത് സ്നേഹമൊന്നും കാണിക്കാത്തത്, വേണ്ട രീതിയിലുള്ള ഒരു പരിഗണന നിങ്ങളിപ്പോൾ കൊടുക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് തരുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ സംശയത്തിൽ നിങ്ങൾ എന്തൊക്കെയോ കാട് കയറി ചിന്തിക്കുന്നുണ്ടാവും. അവർക്ക് വേറെ കണക്ഷൻ ഉണ്ട്, അവരൊരുപാട് മാറിയിട്ടുണ്ട്, അവരിപ്പോൾ പഴയ ആളല്ല, അവർക്കിപ്പോൾ നിങ്ങളെ വേണ്ട, പിന്നെ സമയത്തിന് ഫോൺ എടുക്കുന്നില്ല, എന്നെ വെറുതെ ബ്ലോക്ക് ചെയ്തു, അല്ലെങ്കിൽ ഇപ്പോൾ അവർ മാറി നിൽക്കുകയാണ്, അവർക്ക് എന്തെങ്കിലുമൊക്കെ വേറെ കണക്ഷൻ ഉണ്ടാവും എന്നൊക്കെയുള്ള ഒരു സംശയം നിങ്ങൾക്ക് ഉണ്ടാവാം. അതുകൊണ്ടാണ് നോക്കിയത്. അവർക്ക് വേറെ കണക്ഷനൊന്നുമില്ല. അവർ എന്തോ ഒരു നിങ്ങൾക്കിടയിൽ വഴക്കിൻ്റെ ഒരു സ്ട്രെസ്സായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി സ്ട്രെസ്സായിരിക്കാം. അങ്ങനെ എന്തോ ഒരു ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ്സും ഫീലിംഗ് ഇതൊക്കെ കാരണം അവർ ഈ സമയത്ത് അവരുടെ സ്നേഹം അവർ കൂടുതലും കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഈ വ്യക്തി എന്ന് പറയുന്നത്. ചില സാഹചര്യത്തിൽ അങ്ങനെ ആയിരിക്കാം. സ്നേഹം ഒരുപാട് ഉണ്ടാവും, പക്ഷെ അതൊന്നും നിങ്ങളടുത്ത് അങ്ങനെ പുറത്ത് കാണിക്കാത്ത വ്യക്തിയുടെ ഒരു എനർജി ആയിട്ടും കാണുന്നുണ്ട്. കൂടുതൽ സ്നേഹം അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ ഒരു അത്ഭുതം വരും, ഈ വ്യക്തി സ്നേഹമില്ലേ, ഇവരെന്താ ഇങ്ങനെ സ്നേഹം കാണിക്കേണ്ടതല്ലേ, ഇതൊക്കെ ഇങ്ങനെ ഉള്ളിലിങ്ങനെ ഒതുക്കി വെക്കുന്ന ഒരു സ്വഭാവമായിരിക്കും. ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ ഒന്നും തുറന്ന് ഇപ്പം നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഫീലിങ്സ് ഒന്നും പറയുന്നുണ്ടാവില്ല ഈ വ്യക്തി, എന്നാൽ ഒരുപാട് ഫീലിങ്സ് ഉള്ളിലുണ്ട്. നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നു, നിങ്ങൾ അതൊക്കെ ആഗ്രഹിക്കുന്നവർ. അവരുടെ ഉള്ളിൽ നിന്ന് റൊമാൻസൊക്കെ, കൂടുതലും റൊമാൻസ് പറയാനൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും. ഇതൊന്നും ഈ വ്യക്തി പറയുന്നുണ്ടാവില്ല. ഈ വ്യക്തി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ്. പക്ഷേ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് നിങ്ങളോടുള്ള ഇമോഷൻസ് ഉണ്ട് അവർക്ക് നിങ്ങളോട്. പക്ഷേ അതൊന്നും ഈ ഒരു വ്യക്തി പുറത്ത് കാണിക്കുന്നില്ല. എന്ത് ഇമോഷൻസ് ഉള്ളിലുണ്ടെങ്കിൽ അതൊന്നും പുറത്ത് കാണിക്കാത്ത ഒരു വ്യക്തിയാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ. ഇവിടെ ഈ വ്യക്തിക്ക് ഫിനാൻസിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടുള്ള ഒരു പ്രശ്നമുണ്ട് കേട്ടോ. കുറച്ചൊക്കെ ഫിനാൻഷ്യലി ഈ വ്യക്തി കുറച്ച് ബുദ്ധിമുട്ടിലാണെന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ആരോഗ്യസ്ഥിതിയിലേക്ക് കുറച്ച് പേർക്ക് മാത്രം അങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. ആരോഗ്യത്തിലേക്ക് ആരോഗ്യസ്ഥിതി കുറച്ച് മോശമായ രീതിയിലൊക്കെ പോയതായിട്ട് കാണുന്നുണ്ട്. അവരുടെ ഇപ്പോഴത്തെ ഒരു എനർജിയിൽ അവർക്ക് ഫിനാൻസ് സംബന്ധമായ കാര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ അതും അവർക്ക് ഈ ഒരു സമയത്ത് മാറി നിൽക്കുമ്പോൾ അതൊരു പ്രശ്നമാകാം കേട്ടോ നിങ്ങൾക്കിടയിൽ. അതും കാണിക്കുന്നുണ്ട്, കുറച്ച് പേർക്ക് അങ്ങനെ കാണിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ എനർജിയിൽ നിങ്ങൾ ഫുൾ എന്തു പറയാം, നിങ്ങളുടെ മൊത്തം നിങ്ങളുടെ എനർജി മൊത്തം കണ്ടോ, ഈ ഒരു വ്യക്തി ഇല്ലാണ്ട് നിങ്ങൾക്ക് പറ്റില്ല. കാരണം ഈ ഒരു വ്യക്തിയിൽ മാത്രമാണ് നിങ്ങളുടെ ഇതിൽ. നിങ്ങൾ കുറച്ചിങ്ങനെ എന്താ പറയുക, നിങ്ങളുടെ എനർജി എല്ലാം നല്ലൊരു എനർജിയാണ്. കാരണം ഈ ഒരു നിങ്ങൾക്ക് മാറ്റില്ല. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിന്, നിങ്ങളുടെ ചിന്തയ്ക്ക് ഒന്നും മാറ്റില്ല. നിങ്ങളെപ്പോഴും ഒരുപോലെയാണെന്നാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ. എന്ത് വഴക്കുണ്ടാക്കിയാലും നിങ്ങൾ ഈ ഒരു വ്യക്തിയെ ഫോക്കസ് ചെയ്ത് തന്നെയാണ് നിൽക്കുന്നത്. അവരുടെ വിളിക്കായി നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എപ്പോഴും ഈ വ്യക്തിയെ കോണ്ടാക്ട് ചെയ്യണം. എന്താ പറയുക, ഈ വ്യക്തിക്ക് നിങ്ങൾക്ക് ഇതൊക്കെയുണ്ട്, സർപ്രൈസ് കൊടുക്കണം ഈ വ്യക്തിക്ക്.
നിങ്ങളുടെ വ്യക്തിക്ക്. അങ്ങനെയൊക്കെയുള്ള ഒരു ആഗ്രഹം, കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങൾ, കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്കുള്ള ഒരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തന്നെ ഒരുപാട് സ്റ്റെബിലിറ്റി വേണം, ഒരു നേട്ടം വേണം, ഗ്രോത്ത് ഉണ്ടാവണം, പിന്നെ നല്ല നല്ല സ്വപ്നങ്ങൾ ഉണ്ടാവാം. ഇനി അങ്ങോട്ട് നിങ്ങൾ ഫാമിലി ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സ്വപ്നങ്ങളോട് നിങ്ങൾ ചിന്തിക്കുകയാണ്, കുറേ സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടുന്നുണ്ട് നിങ്ങൾ. പക്ഷേ ഈ ഒരു വ്യക്തിയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഫിനാൻസ് സംബന്ധമായ കാര്യത്തിലൊക്കെ ഭയങ്കരമായിട്ട് ആൾ ഒരു തകർച്ച ഏറ്റുവാങ്ങിയതുപോലെ ഈ ഒരു സമയത്ത് കുറച്ച് പേർക്ക് അങ്ങനെ കാണുന്നുണ്ട്. ബിസിനസ്സിന് എന്തെങ്കിലും തകർച്ച വന്നതായിട്ടോ, അവരുടെ ജോലിയിൽ എന്തെങ്കിലും പ്രശ്നം വന്നതായിട്ടോ, അവരുടെ ഫാമിലിയിൽ എന്തോ ഒരു പ്രശ്നം, ബുദ്ധിമുട്ട്, ഒരു ഹാർട്ട് ബ്രോക്കണെല്ലാം ഉണ്ട്. നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുക. ഫീലിങ്സ് ഒരുപാടുണ്ടെങ്കിലും നിങ്ങളോട് ഈ സമയത്ത് അവർക്ക് ഫീലിങ്സ് ഒന്നും അങ്ങനെ അടുപ്പം കാണിക്കുന്നുണ്ടാവില്ല. എന്നാൽ നിങ്ങളാണെങ്കിലോ ഓരോ ദിവസവും ഈ ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കും. ഒരു സർപ്രൈസ് എന്ന നിലയിൽ നിങ്ങളും ഉണ്ട്. കാരണം അതുപോലെയാണ് നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത്. ഇവിടെ ഫീലിങ്സ് നോക്കുന്ന സമയത്ത് ഏസ് ഓഫ് ഷോട്ട്സ് ആണ്. ഒരു നിങ്ങളുടെ കാര്യത്തിൽ ഈ വ്യക്തിക്ക് ഉറപ്പുണ്ട്, ഇതൊരു സക്സസ്സിലേക്ക് വരും, ഇതിനൊരു പുതിയൊരു തുടക്കം ഉണ്ടാവും എന്നുള്ളത് ഈ വ്യക്തി വിചാരിക്കുന്നുണ്ട്. നിങ്ങൾ തന്നെ അവർക്ക് ജീവിതകാലം നിങ്ങൾ അവരുടേത് തന്നെ ആവും, ആരുടേത് നിങ്ങളാവില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും അവരെ വിട്ടു പോവില്ല. ആ ഒരു വിശ്വാസവും ആ ഒരു ഉറപ്പും പ്രതീക്ഷയും ഒക്കെ നിങ്ങളടുത്തുണ്ട് ഈ വ്യക്തിക്ക്. അത്രത്തോളം ഫീലിങ്സ് അവർക്ക് നിങ്ങളോട് ഉണ്ടെന്നാണ് കാണുന്നത്. ഇനി അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഈ ഒരു സ്നേഹം, കാരണം അവരുടെ കയ്യിൽ ഒറ്റൊരു കപ്പേ ഉള്ളൂ, അത് നിങ്ങൾക്കാണ്. അവരുടെ മനസ്സ് നിങ്ങൾക്കാണുള്ളത്. എന്തോ ഒരു പ്രശ്നത്താലാണ് അവർ ഇപ്പോൾ മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ അവർക്ക് വന്നത്. ഒരിക്കലും നിങ്ങളെ കളഞ്ഞിട്ട് അവർക്ക് മറ്റൊരു ബന്ധം തിരഞ്ഞെടുക്കാനോ, കണ്ടോ, അവരുടെ കയ്യിൽ ഒറ്റൊരു കപ്പയുള്ളൂ, അത് നിങ്ങൾക്കാണ്. അവർക്ക് മറ്റൊരു ബന്ധം തിരഞ്ഞെടുക്കാനോ അല്ലെങ്കിൽ അതിലേക്ക് പോകാനൊന്നും അവർ തയ്യാറല്ല. വേറെ കണക്ഷൻ കേട്ടോ, വേറെ റിലേഷൻഷിപ്പാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അവർ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും, നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നിങ്ങളുടെ വ്യക്തിയുള്ളത് കേട്ടോ. ദി ഹെർമിറ്റാണ് വന്നിരിക്കുന്നത്, റിവേഴ്സാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് എന്താ പറയുക, കൂടുതൽ അവർ നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നതെന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് അവർ ഒറ്റപ്പെട്ടൊരവസ്ഥയിലാണ്. ഒന്നാമത്തെ കാര്യം അതാ. ഈ ഒരു സമയത്ത് അവർ ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നുണ്ട്, കാരണം അവരുടെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. പക്ഷെ അവർക്ക് നിങ്ങളെ വിശ്വാസമാണ്. നിങ്ങളെ കൂടുതലും എന്താ പറയുക, ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഓവറായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയല്ല. അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെ അറിയാം, നിങ്ങളുടെ കാര്യത്തിലൊരു വിശ്വാസം ഉണ്ട് അവർക്ക്. അതുകൊണ്ട് തന്നെ ഓവറായിട്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവം നിങ്ങളുടെ വ്യക്തിക്കില്ല. നിങ്ങൾ അവിടെ തന്നെ ഉണ്ടാവും, നിങ്ങൾ എവിടെയും പോവില്ല എന്നുള്ള ഒരു ചിന്താഗതി ഈ വ്യക്തിക്ക് അറിയാം. മുന്നോട്ട് എങ്ങനെയാണ് നിങ്ങളുമൊത്ത്. നിങ്ങൾ ഈ വ്യക്തിയെ ഒരിക്കലും അവർക്ക് കാണുന്നില്ല, ഒരു സ്റ്റാറാണ്, അവരുടെ ഒരു പ്രതീക്ഷയാണ് നിങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ഒരു സംശയമോ, നിങ്ങളെ ഒരു സംശയമോ അല്ലെങ്കിൽ കൂടുതൽ ഒരു സത്യാന്വേഷണം നടത്തും, അതൊന്നുമില്ല. ആ ഒരു പരിപാടി അങ്ങനെയൊന്നുമില്ല ഈ വ്യക്തി കേട്ടോ. നിങ്ങളെപ്പോഴും നിങ്ങളുടെ വ്യക്തിക്ക് വിശ്വാസമാണ്, നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളൊരു മൈൻഡാണ്. സ്നേഹം കുറച്ചൊക്കെ ഒരു സ്നേഹത്തെ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കും. അവരുടെ സാഹചര്യം കൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഈ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഒരു കാർഡ് കൂടി എടുത്ത് നോക്കാം നമുക്ക് കേട്ടോ അവസാനമായിട്ട്. അപ്പോൾ നിങ്ങൾക്കിടയിൽ ദി മൂണാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പല പല പ്രശ്നങ്ങളും ഉണ്ട് ഇതിൽ. മറ്റുള്ളവരുടെ ഇടപെടലുണ്ട്, തേർഡ് പാർട്ടി സിറ്റുവേഷനും ഫാമിലി ആയിരിക്കാം അത് കേട്ടോ. മറ്റുള്ളവരുടെ ഇടപെടലുണ്ട്, നിങ്ങളെ കണ്ടുകൂടാത്ത ചില ആൾക്കാരുണ്ട് ഈ ഒരു സ്നേഹബന്ധത്തിൽ. ഈ വ്യക്തിക്ക് എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നവരുണ്ടാവാം, ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ പ്രശ്നമാക്കുന്ന ആൾക്കാരുണ്ടാവാം, നിങ്ങളെ തമ്മിൽ തെറ്റിക്കാനായിട്ട് നോക്കുന്ന ആൾക്കാരുണ്ടാവാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ബന്ധമാണിത്. ഒരുപാട് നിങ്ങളെ മാറ്റാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ വഴക്ക് വരാനായിട്ട് അല്ലെങ്കിൽ മൂന്നാമത് വ്യക്തി ഉണ്ടെന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് മൂന്നും കിട്ടി. അപ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്ന ഒരു ഭയങ്കര തടസ്സങ്ങളാണ്. അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഈ വ്യക്തിക്ക് ഇപ്പോൾ എന്താ പറയുക, മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ, നിങ്ങളും ഈ വ്യക്തിയുമായിട്ട് മുന്നോട്ട് പോകുന്ന കാര്യത്തിലൊക്കെ നല്ല തടസ്സവും ഒക്കെ കാണുന്നുണ്ട്. മറ്റുള്ളവരുടെ ഫാമിലി ചിലപ്പോൾ തയ്യാറാവുന്നുണ്ടാവും, ഫാമിലി പ്രശ്നം കുറേ ഉണ്ടാവും. ചില സാഹചര്യത്തിൽ പറഞ്ഞാൽ ഫാമിലിക്ക് ഇഷ്ടമാവുന്നുണ്ടാവില്ല നിങ്ങളുമായിട്ടുള്ള ബന്ധം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചിലപ്പോൾ ഫാമിലി ഇത് അറിഞ്ഞിട്ടുണ്ടാവാം. നിങ്ങളുടെ ഒരു സ്നേഹബന്ധം ഫാമിലി അറിഞ്ഞതുകൊണ്ട് ആ ഒരു പ്രശ്നത്തിലൂടെയൊക്കെ ആയിരിക്കും ഈ വ്യക്തി പോകുന്നത്.
പക്ഷേ എന്നിരുന്നാലും ഈ വ്യക്തിയുടെ മനസ്സെന്ന് പറയുന്നത് നമുക്ക് നെക്സ്റ്റ് ആക്ഷൻ സ്റ്റാർ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ആ സ്റ്റാർ കാർഡ് കിട്ടിയതുകൊണ്ട് അത് കാണിക്കാൻ പാടില്ല സ്റ്റാർ, പക്ഷെ ആ സ്റ്റാർ കാർഡാണ് വന്നിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഈ വ്യക്തി നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾക്കിടയിൽ പല പല പ്രശ്നങ്ങളും ഉണ്ട് അല്ലേ. ബോട്ടം ഓഫ് ദി ഡെക്കിൻ്റെ കണ്ടോ 5 ഓഫ് ഷോർട്സാണ്. പല പ്രശ്നങ്ങളും ഉള്ള ഒരു ബന്ധമാണ്. പലരുടെയും പ്രശ്നത്തിലാണെന്നാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾക്കിടയിൽ പല പല പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും ഇപ്പോഴും. നിങ്ങളെ ഈ ഒരു സാഹചര്യത്തിൽ പരസ്പരം അകന്നിരിക്കുന്നുണ്ടാവാം. പക്ഷെ ഇതൊന്നും നിങ്ങളുടെ വ്യക്തി നിങ്ങൾ ഒഴിവാക്കാനായിട്ട് അകന്നിരിക്കുകയല്ല, നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ അവർ അകന്നിരിക്കുന്നത്. നിങ്ങൾ പരസ്പരം പക്ഷെ ഈ സാഹചര്യം മാറും എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. കാരണം അവർക്ക് ഒരു പ്രതീക്ഷ ഇപ്പോഴും ഉണ്ട്. നമുക്ക് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കുമ്പോൾ ഒരു സ്റ്റാറാണ്, ഹോപ്പുണ്ട്. ഈ ഒരു ബന്ധത്തിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് അവർ നിൽക്കുന്നതെന്നാണ് കാണുന്നത് കേട്ടോ. ഇതുമായിട്ട് കുറച്ച് ക്ലൂസ് എടുത്ത് നോക്കാം. നിങ്ങളുടെ വ്യക്തിക്ക് കണക്ഷനൊന്നുമില്ല കേട്ടോ, നോ എന്നാണ് വന്നിരിക്കുന്നത്. വേറെ കണക്ഷനൊന്നുമില്ല, വേറെ പ്രതിസന്ധികൾ നിങ്ങൾക്കിടയിലുണ്ട്. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽപ്പെട്ടിരിക്കുക. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്ന വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് നിങ്ങളുടെ വ്യക്തി. അതുകൊണ്ടാണ് അവർക്കൊന്നിനൊരു ആക്ഷൻ എടുക്കുക. എന്നാലും നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്. അവരുടെ മുന്നോട്ടുള്ള പ്രതീക്ഷ എന്ന് പറയുന്നത് അത് നിങ്ങൾ തന്നെയാണ്. ബ്യൂട്ടീഷ്യൻ, ഉത്രം, ബ്ലൂ ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടാകാം. പത്തനംതിട്ട, കണ്ണിന് പ്രത്യേക ഭംഗിയുള്ളവരായിരിക്കാം. പാലക്കാട്, എറണാകുളം, വൈറ്റ് ബട്ടർഫ്ലൈസ്, കൊല്ലം, ഉത്രട്ടാതി, ഓഗസ്റ്റ്, ലെറ്റർ എൽ ആണ്. 11 നിങ്ങൾ കാണുന്നുണ്ടാകാം. ലെറ്റർ എ, ജൂലൈ, അശ്വതി, ലെറ്റർ ജെ, എക്സ് ആണ് വന്നിരിക്കുന്നത്. എബ്രോഡ്, പൂയം, യു ആണ് ലെറ്റർ യു, ലെറ്റർ എച്ച് ആണ് വന്നിരിക്കുന്നത്. ഇതൊക്കെയാണ് നമുക്ക് ക്ലൂസായി കിട്ടിയിരിക്കുന്നത് കേട്ടോ. അവരുടെ ജീവൻ്റെ ജീവൻ നിങ്ങൾ തന്നെയാണ്, യാതൊരു സംശയമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക. വേറെ കണക്ഷനൊന്നുമില്ല. നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് അവർ നിങ്ങളിലേക്ക് വരും കേട്ടോ. അപ്പോൾ പോസിറ്റീവായിട്ടിരിക്കുക. അപ്പോൾ അടുത്തൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം. താങ്ക്